എന്തുപറ്റി? അരുൺ ആകെ പരിഭ്രമിച്ചു ചോദിച്ചു. ഒന്നും പറയാൻ പറ്റാതെ അവൾ നിന്നു. പേടിച്ചതുകൊണ്ട് ലിറ്റി നന്നായി വിയർത്തിരുന്നു. എനിക്ക് കുറച്ച് വെള്ളം വേണം. അവൾ ശരിക്കും അവശയായി. അരുൺ അവളെ കട്ടിലിൽ ഇരുത്തി. പിന്നെ വെള്ളം എടുക്കാനായി പോയി. ലിറ്റിക്ക് പേടിയോടൊപ്പം നല്ല ദേഷ്യവും വരുന്നുണ്ടായിരുന്നു. അരുൺ വേഗം തിരിച്ചു വന്നു. അവൾക്ക് കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് കൊടുത്തു. പിന്നെ അരുൺ ലിറ്റിയുടെ അടുത്ത് ഇരുന്ന് അവളുടെ തലയിൽ തലോടി. എന്തുപറ്റി? നീ ഇതെവിടെ എഴുന്നേറ്റ് പോയതാണ്? അരുൺ ചോദിച്ചു. ലിറ്റി ഗ്ലാസ് അരുണിന്റെ കയ്യിൽ കൊടുത്തു. പിന്നെ സമാധാനത്തോടെ ശ്വാസമെടുത്തു. എന്തുപറ്റി? അവൻ വീണ്ടും ചോദിച്ചു. പറയാം. കുറച്ചു നേരം കൂടി ലിറ്റി അങ്ങനെ തുടർന്നു. ശേഷം പറഞ്ഞു. അർപ്പിതയെ നീ കണ്ടില്ലേ? അവൾ എന്നെ പേടിപ്പിക്കാൻ അറിഞ്ഞോണ്ട് വന്ന് അവിടെ ഇരുന്നതാണ്. അല്ലെങ്കിൽ അവൾക്ക് എന്തോ പ്രശ്നമുണ്ട്. ലിറ്റി പറഞ്ഞു. നീ രാത്രി എഴുന്നേറ്റ് പിറ്റും പേയും പറയുകയാണോ? അരുൺ അവളെ കണ്ടില്ലേ? ആരെ? അർപ്പിതയെ. അരുൺ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. എവിടെ കണ്ടെന്നാ? അവൾ ആ ഹാളിൽ ഇരിക്കുന്നുണ്ട്. എന്നെ ഒരു പ്രത്യേക രീതിയിൽ നോക്കി. ശരിക്കും ഒരു പ്രേതത്തെ പോലെ. നിനക്ക് വട്ടാണ്. ഓരോന്ന് വായിച്ചു കൂട്ടി. സത്യമാണ് അരുൺ. അവിടെ ആരുമില്ല. പിന്നെ നീ ഇത് ആരെ കണ്ടു എന്നാ? അയ്യോ, ഞാൻ അവളെ കണ്ടതാണ്. അവൾ എഴുന്നേറ്റ് പോയി കാണും. എൻ്റെ ലിറ്റി, രാവിലെ ആകട്ടെ ഞാൻ ചോദിക്കുന്നുണ്ട്. രാവിലെയല്ലേ? ഇനിയും നേരം പോലും വെളുത്തിട്ടില്ല. ഇപ്പോൾ കിടക്ക്. അവൾ പാവമൊന്നുമല്ല. എന്തോ ഉദ്ദേശമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എൻ്റെ ലിറ്റി, നീ കയറി കിടക്കുന്നുണ്ടോ? എനിക്ക് രാവിലെ പോകേണ്ടതാണ്. യക്ഷി, ലിറ്റി ദേഷ്യത്തിൽ പറഞ്ഞു. ശേഷം കിടക്കയിലേക്ക് ചാഞ്ഞു. ലിറ്റി പറഞ്ഞതിനെ അരുൺ അത്ര കാര്യമായിട്ട് എടുത്തില്ല എന്നും പറയാൻ കഴിയില്ല, എടുത്തു എന്ന് പറയാനും കഴിയില്ല. സത്യം പറഞ്ഞാൽ അരുണിന് ഒന്നും മനസ്സിലായിട്ടില്ല എന്നതായിരുന്നു സത്യം. അവൻ ലിറ്റിയെ കെട്ടിപ്പിടിച്ച് കിടന്നു. കണ്ണടയ്ക്കുമ്പോൾ ലിറ്റിയുടെ മുൻപിൽ വരുന്നത് അർപ്പിതയുടെ ആ നിഗൂഢ ചിരിയായിരുന്നു. അവൾക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല. എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. ഇന്നലെ രാത്രി നീ അറിഞ്ഞോണ്ട് എന്നെ പേടിപ്പിക്കാൻ അവിടെ വന്നിരുന്നതാണെന്ന് എനിക്കറിയാം. വെറുതെ ഓരോന്ന് പറയല്ലേ ലിറ്റി. ഞാൻ അത്ര മണ്ടിയൊന്നുമല്ല. നീ ആള് ശരിയല്ല അർപ്പിത. ലിറ്റി വെറുതെ ഓരോന്ന് പറയരുത്. എന്താ ശബ്ദം? അരുൺ പുറത്തു നിന്നുള്ള ബഹളം കേട്ടായിരുന്നു ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത്. ഒരു ചില്ല് ഉടയുന്ന ശബ്ദം കൂടി ആയപ്പോൾ അരുൺ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു. ലിറ്റി അർപ്പിതയുമായി വഴക്കിടുകയാണ് എന്ന് അവന് മനസ്സിലായി. അരുൺ വേഗം തന്നെ ഹാളിലേക്ക് ഓടിച്ചെന്നു. പക്ഷേ അന്നേരം ഇരുവരും നിശബ്ദരായിരുന്നു. ലിറ്റി അർപ്പിതയെ അതിശയത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. എന്താ ഇവിടെ? അരുൺ നല്ല ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. കൈവിരലുകളിൽ നിന്നും നിർത്താതെ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. അരുൺ അത് കണ്ട് അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. കൈക്ക് ഇതെന്തു പറ്റി അർപ്പിതേ? അരുൺ അവളോട് ചോദിച്ചു. ശേഷം അവൻ ലിറ്റിയെ കൂടി നോക്കി. ലിറ്റിയുടെ മുഖം ആകെ ഒരു ഞെട്ടലിലായിരുന്നു. ചോര നിൽക്കുന്നില്ലല്ലോ. ലിറ്റി, വേഗം പോയി ഫസ്റ്റ് എയ്ഡ് എടുത്തുകൊണ്ട് വാ. എവിടെ? ലിറ്റി അതേ നിൽപ്പ് തന്നെ തുടർന്നു. നിന്നെയൊക്കെ. അരുൺ തന്നെ അത് എടുക്കാനോടി. അർപ്പിതയുടെ മുഖത്തെ ഭാവം എന്താണെന്ന് ലിറ്റിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഇരുവരും പരസ്പരം നോക്കി നിന്നു. അരുൺ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. അർപ്പിതയെ സോഫയിൽ ഇരുത്തിയ ശേഷം അവൻ അവളുടെ മുറിവെല്ലാം കെട്ടിക്കൊടുത്തു. ഇടയ്ക്ക് അർപ്പിത വേദനിക്കുന്നത് പോലെ കാണിച്ചു. അപ്പോഴൊക്കെ അരുൺ അവളെ കൂടുതൽ കെയർ ചെയ്തു. മരുന്ന് വെച്ച് മുറിവെല്ലാം കെട്ടി. ഇനി പറ അർപ്പിതേ, ഇതെങ്ങനെ സംഭവിച്ചു? അരുൺ ചോദിച്ചു. അവൾ ലിറ്റിയെ ഒന്ന് നോക്കി. ശേഷം അരുണിനെ നോക്കി പറഞ്ഞു. അരുണേട്ടാ, അത് അറിയാതെ ആ ജഗ് എൻ്റെ കയ്യിൽ നിന്നും നിലത്ത് വീണു. അത് പിടിക്കാൻ നോക്കിയപ്പോൾ കൈ മുറിഞ്ഞതാണ്. അരുൺ ലിറ്റിയെ ഒന്ന് നോക്കി. അവൾ തനിയെ കൈ മുറിച്ചതാണ് അരുൺ. രണ്ടുപേരുടെയും ഭാഗങ്ങൾ കേട്ടുകൊണ്ട് അരുൺ കുറച്ചു നേരം നിശബ്ദനായി ഇരുന്നു. അരുൺ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞത് സത്യമാണ്, ലിറ്റി വീണ്ടും പറഞ്ഞു. ഒരു നിമിഷം പോലും വൈകിയില്ല. അർപ്പിത പൊട്ടിക്കരയാൻ തുടങ്ങി. ആർക്കും നിന്റെ കരച്ചിൽ കാണണ്ട, ലിറ്റി ചാടി പറഞ്ഞു. എന്തോ ആ സമയം ലിറ്റി കുറച്ച് ക്രൂരമായതുപോലെ അരുണിന് തോന്നി. അവൻ ലിറ്റിയെ തറപ്പിച്ചു നോക്കി. ഇവൾ എന്തോ ഉദ്ദേശമായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എനിക്കത് ഉറപ്പാണ് അരുൺ. ലിറ്റി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അർപ്പിത കരയണ്ട. ലിറ്റി ഓരോന്ന് ഇങ്ങനെ പറയും. അരുണേട്ടാ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നെ ചുറ്റിപ്പറ്റി ഇപ്പോൾ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ലിറ്റിയെ ഒന്നും പറയണ്ട. ലിറ്റിയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെയൊക്കെയേ പെരുമാറൂ. കണ്ടോ ലിറ്റി, ഇതാണ് നീയും അർപ്പിതയും തമ്മിലുള്ള വ്യത്യാസം. അരുൺ ലിറ്റിയെ നോക്കി ഇങ്ങനെ പറഞ്ഞ ശേഷം തിരികെ ദേഷ്യത്തിൽ അവൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. അർപ്പിത തല കുനിച്ചിരുന്നു. അവളിപ്പോൾ സന്തോഷിക്കുകയാണോ അതോ കരയുകയാണോ എന്ന് ലിറ്റിക്ക് നല്ല സംശയം തോന്നി. എങ്കിലും തൽക്കാലം ഇവളെ ഒന്നും പറയണ്ട. ലിറ്റി ആ തീരുമാനത്തിൽ തിരികെ അവളുടെ മുറിയിലേക്ക് പോയി.